ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണം 13 30ഓളം പേർക്ക് പരിക്കേറ്റു. മരിച്ച 6 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, മരണസംഖ്യ 13 പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്ന വിവരങ്ങളും എന്താണിപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സ്മൃതി, നമ്മളുള്ളത് ഇവിടെ LNGPയിലെ മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ മൊത്തം 13 പേർക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 7 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 6 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരിച്ചറിഞ്ഞവരുടെ പൂർണ്ണമായ പേരുവിവരങ്ങളോ വിലാസങ്ങളോ നമുക്ക് ഈ ഘട്ടത്തിലും അധികൃതർ നൽകിയിട്ടില്ല. അത് പൂർണ്ണമായും അതിൻ്റെ ഒരു സംവിധാനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സർക്കാർ തന്നെ നേരിട്ട് പുറത്തേക്ക് വിടുമെന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില പേരുകൾക്ക് നമുക്ക് അറിയുവാനും കഴിയുന്നുണ്ട്. എന്താണെങ്കിലും പല ആളുകളെയും ഇനിയും കാണാനുണ്ട് എന്നാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ ഈ പല ആളുകളും, പ്രത്യേകിച്ച് ദില്ലിക്ക് അകത്തുള്ളവരും ദില്ലിക്ക് പുറത്തുള്ളവരൊക്കെ പലരും ഇന്നലെ ഈ ചെങ്കോട്ടയിലേക്ക് വൈകുന്നേരം കറങ്ങാനൊക്കെ പോകുന്നുവെന്ന് വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ പലരും തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ അവരെയൊന്നും ബന്ധപ്പെടാൻ കഴിയുന്ന സാഹചര്യമോ ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു. ചില ആൾക്ക് ഇവിടെ വന്ന് അവരുടെ കാണാതെ ആൾക്ക് വേണ്ടിയുള്ള തിരിച്ചൊക്കെ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാതെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില മൃതദേഹങ്ങൾ വളരെ മോശം അവസ്ഥ, പ്രത്യേകിച്ച് ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ പൊട്ടിത്തെറിച്ച് പോയ നിലയിലൊക്കെ ആയിരുന്നു ഉള്ളത് എന്നാണ്, ചിന്നിച്ചിതറിപ്പോയ നിലയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തിരിച്ചറിയണമെങ്കിൽ DNA പരിശോധന അടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടനത്തിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ അടക്കമുള്ള ആളുകൾ ഇതിൽ ഉണ്ട്. അയാളുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മൊത്തം 13 മൃതദേഹങ്ങൾ, 30ഓളം ആളുകൾക്ക് പരിക്ക്, അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം വലിയ സ്ഫോടനത്തിന് പിന്നാലെ വലിയ തരത്തിൽ തീ പിടിച്ചിരുന്നു ആ പ്രദേശത്ത്. അതൊക്കെ വലിയ പൊള്ളലിനും കാരണമായിട്ടുണ്ട്. എന്താണെങ്കിലും മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ ഉണ്ട്. ഇവിടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിയത്.